നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3, 2025. ആദ്യം വേഗത്തിൽ തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായ സെന്റിമെന്റ്സ് നിലനിന്നിരുന്നെങ്കിൽ കൂടിയും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളുണ്ടായ പ്രോഫിറ്റ് ബുക്കിങ്ങും ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഓയിലിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്തതും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവൊക്കെ കാരണം കൊണ്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 1561.62 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് നമ്മുടെ മാർക്കറ്റില്, തത്സമയം 3036.68 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയാണ്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ 25,200-നും 25,700-നും ഇടയിലുള്ള ഒരു ട്രേഡിംഗ് കാണാൻ സാധിച്ചേക്കാമെന്നാണ് അവരുടെ അഭിപ്രായം. ഇന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം, ഈ വീക്കിലി എക്സ്പയറി 25,000 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യുവോ അല്ലെങ്കിൽ 25,500 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ എന്നുള്ളത്. ഇനി നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ നിഫ്റ്റി ക്ലോസിംഗ് ബേസിസിൽ 25,700 എന്ന റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യണമെന്നും, എങ്കിൽ മാത്രമേ അവിടെ നിന്നും ഒരു ശക്തമായ മൂവ് ഉണ്ടാക്കി 26,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റിക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അഭിപ്രായം. തത്സമയം 25,200 എന്ന റേഞ്ചിന് താഴേക്ക് നിഫ്റ്റി പതിക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാം എന്നും വിലയിരുത്തലുകളുണ്ട്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ മാർക്കറ്റിന്റെ കീ സ്ട്രെങ്ത് റേഷ്യോ സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റിലെ ബുള്ളിഷ് മൊമെന്റം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ അമേരിക്കയില് മാർക്കറ്റ് നഷ്ടത്തിൽ നിന്നും കരകയറുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. എൻവിഡിയ, ആപ്പിൾ, ടെസ്ല തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഉണ്ടായ നേട്ടവും, അതുപോലെ തന്നെ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നും പൊളിറ്റിക്കൽ പ്രഷറിനെ തുടർന്നാണെങ്കിൽ കൂടിയും ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്കുള്ള പ്രതീക്ഷകൾ നൽകിയതും മാർക്കറ്റിനെ കരകയറ്റി. എങ്കിൽ കൂടിയും ഡോ ഫ്ലാറ്റ് ആയിരുന്നു. S&P 500 0.27% ഉയർച്ചയുണ്ടാക്കി. നാസ്ഡാക്ക് 0.75%. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റ് ഒഴികെ ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റുകളൊക്കെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവില് പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ 2 ദിവസമായിട്ട് ജപ്പാൻ മാർക്കറ്റ് വലിയ നഷ്ടം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ജപ്പാനുമായിട്ടുള്ള ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ആത്മവിശ്വാസക്കുറവ് തന്നെയായിരുന്നു ജപ്പാൻ മാർക്കറ്റ് ഇടിയുവാനായിട്ട് കാരണം. അതുപോലെ കൊറിയൻ മാർക്കറ്റും 1% നേട്ടത്തോടു കൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. തായ്ലൻഡ് മാർക്കറ്റ് നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രൂഡ് ഓയിൽ ഇന്നലെ ഒരു വിലവർദ്ധനവ് അനുഭവപ്പെട്ടു. കാരണം ഇറാന്റെ ഭാഗത്തു നിന്നും UN ന്യൂക്ലിയർ വാച്ച് ഡോഗ് ടീംസുമായിട്ടുള്ള നിസ്സഹകരണത്തിലേക്ക് അവർ എത്തിപ്പെട്ടു. അത് ഗ്ലോബൽ മാർക്കറ്റില് എണ്ണയുടെ വിലയിൽ ചൂടുപിടിപ്പിക്കാൻ കാരണമാക്കി. പക്ഷെ നിലവില് ബ്രെന്റ് ക്രൂഡ് ഓയിലിലും നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്, ഗോൾഡിലും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ടെക്നിക്സിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.62 ആയിട്ട് ബെയറിഷ് ആയിട്ട് തന്നെ തുടരുന്നു. മാക്സ് ബെയിൻ 25,450 എന്ന ലെവലിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഒരു ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും വീക്ക്നെസ് തന്നെയാണ്. വീക്കിലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുന്നത്. അതേ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ PCR 0.96 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് ബെയിൻ 57,000 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയിൽ 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 56,000 എന്ന സ്ട്രൈക്കിൽ പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നു. നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന സെന്റിമെന്റ്സ് ന്യൂട്രൽ ആയിട്ട് ആണെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, ഇത് മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറയാം. ഇന്ന് ചില പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് ഉണ്ട്. 7 മണിക്ക് നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപേ
ബാലൻസ് ഓഫ് ട്രേഡ് മെയ് മാസത്തെ ഓസ്ട്രേലിയയിൽ നിന്നും റിലീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിക്ക് US നിന്നും നോൺ ഫാം പേറോൾസ് ജൂണിലെ വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. കാനഡയിൽ നിന്നും 6 മണിക്ക് ബാലൻസ് ഓഫ് ട്രേഡ് മെയ് മാസത്തെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 7:30 അമേരിക്കയിൽ നിന്നും ISM സർവീസ് PMI ഡേറ്റയും ജൂണിലെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDB ഫിനാൻഷ്യൽ സർവീസസ് ഡൊമസ്റ്റിക് ബ്രോക്കറേജിംഗ് ഫേമായ MK ഗ്ലോബൽ സ്റ്റോക്കിന് കവറേജ് നൽകുകയുണ്ടായി. ടാർഗറ്റ് പ്രൈസ് 900 എന്ന നിലയിലും നൽകിയിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ്, അദാനി ഡിഫൻസ് 85% വരുന്ന സ്റ്റേക്കുകൾ എയർവർക്സ് ഇന്ത്യ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. ഹീറോ മോട്ടോകോർപ്പ് ജൂണിലെ സെയിൽസ് ഡേറ്റകൾ പ്രകാരം 10% ഉയർച്ചയാണ് സെയിൽസിൽ കാണിക്കുന്നത്. മന്ത്ലി സെയിൽസിൽ സൺടെക് ഇൻഫ്രാ സൊല്യൂഷൻസ് IPO ഇന്നലെ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. NSE SME പ്ലാറ്റ്ഫോമിൽ 27% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. നൈക്ക കമ്പനിയുടെ എയർലി ഇൻവെസ്റ്റേഴ്സ് 1200 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് വിറ്റ് ഒഴിയുന്നതായിട്ടുള്ള വാർത്തകൾ ബ്ലോക്ക് ഡീൽ വഴി. SBI കാർഡ് ഗോൾഡ്മാൻ സ്നാച്ചേഴ്സ് സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ന്യൂട്രലിലേക്ക്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മാക്വറൈൻ 3 വർഷം കൊണ്ട് സ്റ്റോക്കിന് ഇരട്ടി വളർച്ച നേടിയേക്കാമെന്നുള്ള അഭിപ്രായത്തെ തുടർന്ന് ഇന്നലെ 5% റാലി കാണുവാനായിട്ട് സാധിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.